ശ്രീ അഡ്വക്കേറ്റ് രാജസിംഹൻ, നോക്കൂ, ഈ അശോക ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് പല ഇടപാടുകൾ നടന്നിരുന്നു. പല രാഷ്ട്രീയ നേതാക്കളും നിരന്തരം അവിടെ സന്ദർശനം നടത്തിയിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വരിക കൂടി ചെയ്തതാണ്. നോക്കൂ, അനന്തകൃഷ്ണന്റെ തട്ടിപ്പിന്റെ ഒരു സ്ട്രാറ്റജി അതിപ്പോൾ അനിതകുമാരി വിശദീകരിച്ചതുപോലെ ആദ്യം കേൾക്കുന്ന ഏതൊരാൾക്കും വിശ്വാസം തോന്നുന്ന തരത്തിലാണ്. കാരണം കുറച്ച് ആളുകൾക്ക് ഇത് കിട്ടുന്നുണ്ട്, അത് മാതൃകയാക്കിയാണ് മറ്റുള്ളവർക്കും ലഭിക്കും, നിങ്ങൾക്കും ഇത് കിട്ടുമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ശൃംഖല, ഈ ഒരു ചെയിൻ അതെങ്ങനെ അവിടെ പ്രവർത്തിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്? അശോക അപ്പാർട്ട്മെൻറ്റ് എറണാകുളം ജില്ലയിലെ മറൈൻ ഡ്രൈവിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങളുടെ അസോസിയേഷൻ ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ അസോസിയേഷനാണ്. അശോക അപ്പാർട്ട്മെൻറ്റിൽ 3 അപ്പാർട്ട്മെൻറ്റ്സാണ് ഇവർ എടുത്ത് പ്രവർത്തിച്ച് വരുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിൽ താഴെയായിട്ടാണ് അവരവിടെ താമസവും പ്രവർത്തനവുമായിട്ട് അവിടെ ഉണ്ടായിരുന്നത്. അതിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് ഓൾറെഡി അവർ റിട്ടേൺ ചെയ്തു, വെക്കേറ്റ് ചെയ്തു. പിന്നെ 2 അപ്പാർട്ട്മെൻറ്റിലാണ് ഇപ്പോഴവിടെ അവർ പ്രവർത്തിച്ച് വന്നുകൊണ്ടിരുന്നത്. ഈ അനന്തകൃഷ്ണൻ അദ്ദേഹത്തെ ഞങ്ങളെ പരിചയപ്പെടുത്തുന്നത്, പ്രത്യേകിച്ച് എന്നെ തന്നെ പരിചയപ്പെടുത്തുന്നത് അഡ്വക്കേറ്റ് ലാലി വിൻസെൻ്റാണ്. ഞാനൊരു അഡ്വക്കേറ്റ് ആയതുകൊണ്ടും മാഡം ഒരു അഡ്വക്കേറ്റ് ആയത് എനിക്ക് നേരത്തെ മാഡത്തെ അറിയുകയും ചെയ്യാം. എനിവേ, ലാലി വിൻസെൻ്റാണ് ഞങ്ങളവിടെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് CSR ഫണ്ട് മാനേജ് ചെയ്യുന്ന ഒരാളാണെന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെക്കുറിച്ച് എൻ്റെ മകനെ പോലെയാണെന്ന് എന്നോട് നേരിട്ട് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അന്ന് കേട്ടപ്പോൾ തന്നെ CSR ഫണ്ടിൻ്റെ മാനേജ് ചെയ്യുന്ന ഒരാൾ 26 വയസ്സാണ്, സംസാരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രായം 26 വയസ്സാണെന്ന് പറഞ്ഞു. ഇതൊരു തട്ടിപ്പാണെന്നത് കേട്ടപ്പോൾ തന്നെ ഒരു സംശയം തോന്നിയിരുന്നു. അപ്പാർട്ട്മെൻറ്റിലെ മറ്റുള്ള ആളുകൾക്കും ഇവരുടെ പ്രവർത്തനത്തിൽ വളരെ സംശയം തോന്നുകയും ചെയ്തിരുന്നു. ഇവിടെ ലാലി വിൽസൻ്റെ അഡ്വക്കേറ്റ് ലാലി വിൽസൻ്റെ സ്ഥിരമായി ആ ഫ്ലാറ്റിൽ വന്നുകൊണ്ടിരുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറയുന്ന വേറെ രാഷ്ട്രീയ നേതാവ് BJPയുടെ AN രാധാകൃഷ്ണൻ, അദ്ദേഹത്തെ സ്ഥിരമായി ഞങ്ങളുടെ ഫ്ലാറ്റിൽ എല്ലാവരും കണ്ടിരുന്ന ഒരാളാണ്. വേറെയും ഒരുപാട് ആളുകൾ വന്നിരുന്നു. പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളെന്ന് പറയുന്നത് ഇവർ 2 പേരുമാണ്. ഈ പ്രവർത്തനത്തിൽ ഇവിടെ ഈ ഫ്ലാറ്റ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ ഇവരോടൊപ്പം 10ഓളം പേരുണ്ടായിരുന്നു. ഒരു 3 ഫ്ലാറ്റിലേക്കാണ് അപ്പാർട്ട്മെൻറ്റിലാണ് ഇവർ താമസിച്ചിരുന്നത്. 10ഓളം പേര് അവരോടൊപ്പം ഉണ്ടായിരുന്നു. ഹൈ എൻഡ് വെഹിക്കിളിലാണ് ഇവരെപ്പോഴും വരുന്നത്, ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അറസ്റ്റ് ചെയ്തു എന്ന് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇങ്ങനൊരു കേസുണ്ടായതിൻ്റെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്ന സാറ്റർഡേ രാവിലെ ഈ വിവരത്തെക്കുറിച്ച് ഞങ്ങൾ അറിയുകയും എല്ലാവർക്കും ഒരു ഞെട്ടലോടെയാണ് ഈ കാര്യങ്ങൾ അറിയുന്നത്. പെട്ടെന്ന് ഇത്രയും വലിയൊരു തട്ടിപ്പ്, ഹ്യൂജ് എമൗണ്ട് ആണല്ലോ. അതിനുശേഷം അറസ്റ്റിൽ ഇദ്ദേഹമായി എന്നറിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് സെക്രട്ടറി എന്ന നിലയിൽ എന്നെയും അതുപോലെ ഞങ്ങളുടെ കെയർ ടേക്കറെയും വിളിച്ച് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നത് അഡ്വക്കേറ്റ് ലാലി വിൻസെൻ്റാണ്. സോ മാം എന്നോട് പറഞ്ഞത്, ഞങ്ങൾ ആ ഫ്ലാറ്റിനി തിരിച്ച് വെക്കേറ്റ് ചെയ്യുകയാണ്, അതിൻ്റെ അപ്പാർട്ട്മെൻറ്റ് ഓണേഴ്സിനെ വിളിച്ച് അറിയിക്കണം, ഞങ്ങളത് വെക്കേറ്റ് ചെയ്യാണ് ഞങ്ങൾ എന്നാണ് പറഞ്ഞത്. ആസ് ഇഫ് ഷീ ഈസ് ഓൾസോ പാർട്ട് ഓഫ് ദി ടീം, ഞങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ശരി, അതിൻ്റെ ഓണേഴ്സിനെ അറിയിക്കാം ആ ഇൻസ്ട്രക്ഷൻ്റെ പുറത്ത്. ബിക്കോസ് അതിനുശേഷം അനന്തകൃഷ്ണനോ അയാളോടൊപ്പം ഉണ്ടായിരുന്ന ആരും ഞങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടില്ല. ഞങ്ങളോട് ഈ കാര്യങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അഡ്വക്കേറ്റ് ലാലി വിൽസെൻ്റാണ്. മാഡം പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ 2 അപ്പാർട്ട്മെൻറ്റിൻ്റെ ഓണേഴ്സിനെ അറിയിച്ചു. അന്നും അതിൻ്റെ അടുത്ത ദിവസവും എല്ലാ കാര്യങ്ങൾക്കും വിളിച്ച് ഈ കാര്യങ്ങൾ ചോദിക്കുന്നതും, എക്സ്പെഷ്യലി നെക്സ്റ്റ് ഡേ പോലീസ് ഇവിടെ വന്നപ്പോൾ, പോലീസ് ഈ ഫ്ലാറ്റിലേക്ക് അവരുടെ തെളിവെടുപ്പിന് വേണ്ടി വരുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ അതിൻ്റെ കീ ഒന്നുമില്ല. പക്ഷേ രാവിലെ 11 മണിയോടുകൂടി ലാലി വിൻസെൻ്റാണ്, അഡ്വക്കേറ്റ് ലാലി വിൻസെൻ്റ് ഞങ്ങളുടെ കെയർ ടേക്കർ രാജേഷിനെ വിളിച്ചിട്ട് അദ്ദേഹത്തോട് ഫോണിൽ പറഞ്ഞു പോലീസ് വരുന്നുണ്ടെന്ന്, അതുകൊണ്ട് ഫ്ലാറ്റിൻ്റെ കീ ഞാൻ എൻ്റെ മരുമകളുടെ കയ്യിൽ കൊടുത്തയക്കാം, അവരുടെ ഡോക്ടർ ലോ ആണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ ആ ഒരു പെൺകുട്ടി അവിടേക്ക് കടന്നു വന്നു. അവരാണ് കീ കൊണ്ട് തന്നിട്ട് പോയത്. ഞങ്ങളുടെ കയ്യിൽ CCTVൻ്റെ വിഷ്വൽസൊക്കെ ഉണ്ട്. പോലീസ് ഉച്ചയ്ക്ക് വന്നപ്പോൾ ആദ്യം ചോദിക്കുകയും ചെയ്തു, അസോസിയേഷൻ എവിടെ നിന്നാണ് ഇവർ ഇങ്ങനെ ഒളിവിൽ പോയ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഇത് കീ കിട്ടിയതെന്ന്. ഞങ്ങൾ അഡ്വക്കേറ്റ് ലാലി വിൽസെൻ്റാണ് കൊണ്ട് തന്നതെന്ന് പറഞ്ഞു. അതിൻ്റെ വിഷ്വൽസ് ചോദിച്ചു, വിഷ്വൽസ് കൊടുക്കുകയും ചെയ്തു. ദിസ് ഈസ് ഹർ ഇൻവോൾവ്മെൻറ്റ് ഇൻ ദി മാറ്റർ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഈ ഫ്ലാറ്റിൽ ഈ പ്രതികളുടേതായ ഒരു പഴയ കാർ, ഒരു മാരുതി 800 കാറിൽ കുറേ സാധനങ്ങൾ ലഗേജൊക്കെയുമായി ഞങ്ങളുടെ കാർ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് സാറ്റർഡേ നൈറ്റിൽ ശ്രദ്ധയിൽപ്പെട്ടു. ഉടനെ ഞങ്ങൾ പോലീസിനെ ബന്ധപ്പെട്ടു. മൂവാറ്റുപുഴ SHOയെ വിവരം അറിയിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം ഒരു പോലീസുകാരൻ അവിടെ വരികയും ആ വണ്ടി രാത്രി അവർ കടത്തിക്കൊണ്ട് പോകാതിരിക്കാൻ അതിൻ്റെ വലതുവശത്തുള്ള 2 ടയറിൻ്റെയും കാറ്റഴിച്ചു വിടുകയും ചെയ്തു. ഈ വിവരം അറിഞ്ഞുകൊണ്ട് അഡ്വക്കേറ്റ് ലാലി വിൽസൻ്റെ എന്നെ തൊട്ടടുത്ത ദിവസം എന്നെ വിളിച്ചിരുന്നു. മൺഡേ മാം എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത്, ഇതാരാണ് പോലീസുകാരൻ ഇങ്ങനെ ഒന്ന് ചെയ്യാൻ പറ്റുന്നത്? പോലീസിനെ ഞങ്ങളുടെ വണ്ടി എങ്ങനെ കാറ്റ് തുറന്നു വിടാൻ പറ്റും? ഈ വണ്ടി സീസ് ചെയ്തിട്ടില്ലല്ലോ,
ഈ ചെയ്ത പോലീസിനെതിരെ നടപടിയെടുക്കും, ആ പോലീസ് അതിൻ്റെ തൊപ്പി തെറിപ്പിക്കും എന്നൊക്കെ വളരെ വാശിയോടുകൂടി എന്നോട് സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ ചെയ്യുമായിരിക്കും, എനിക്കറിയില്ലത്. സോ ഇതാണ് അതിൻ്റെ ഒരു സിറ്റുവേഷൻ. ശരി, ഞാൻ മടങ്ങി വരാം അങ്ങയിലേക്ക്. ഇതാണ് ആ ദിവസങ്ങളിൽ നടന്നത്. അതിന് മുൻപ് ഈ നാളുകളിലായി ഇവിടെ നടന്നത് ഇങ്ങനെയാണ്.